സർക്കാരിന്റെ കെടുകാര്യസ്ഥതയിൽ സംസ്ഥാനത്തിന് നഷ്ടമായത് വൻ നിക്ഷേപ പദ്ധതികൾ. കുട്ടിയാഘോഷിച്ചു കൊണ്ടുവന്ന കൊച്ചി സ്മാർട്ട് സിറ്റി പദ്ധതി ടീകോമിന്റെ റിയൽ എസ്റ്റേറ്റ് താൽപര്യങ്ങൾക്ക് മാത്രമായപ്പോൾ തച്ചുടച്ചത് യുവാക്കളുടെ തൊഴിൽ സ്വപ്നങ്ങളായിരുന്നു. ആഗോള നിക്ഷേപ ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ പാതിവഴിയിലായ നിരവധി നിക്ഷേപ പദ്ധതികളാണ് മുന്നിലുള്ളത്. ഭൂമി വിൽപ്പനയിൽ തടസ്സങ്ങൾ വ്യക്തമായതോടെയായിരുന്നു ടീകോം ഇൻവെസ്റ്റ്മെന്റ് സ്മാർട്ട് സിറ്റി പദ്ധതിയെ പാതിവഴിയിലാക്കിയത്. നിശ്ചിത ശതമാനം ഭൂമി ഫ്രീ ഹോൾഡ് വ്യവസ്ഥയിൽ സ്വന്തമാക്കി ഭൂമി കച്ചവടമായിരുന്നു ലക്ഷ്യം. സ്മാർട്ട് സിറ്റി പദ്ധതിയിൽ സർക്കാരിന്റെ വീഴ്ചകൾ നേരത്തെ തന്നെ വ്യക്തമായതാണ്. 2007 കരാർ ഒപ്പിട്ട സ്മാർട്ട് സിറ്റി പദ്ധതിക്ക് 2022 പോലും സർക്കാർ പൂർത്തീകരണ തീയതി നിശ്ചയിച്ചിരുന്നില്ല. സമയബന്ധിതമായി പൂർത്തിയാക്കേണ്ട പദ്ധതിക്ക് ഒരു ഘട്ടത്തിലും സർക്കാർ മേൽനോട്ടവും ഉണ്ടായിരുന്നില്ല. 10 വർഷത്തിനുള്ളിൽ 88 ലക്ഷം ചതുരശ്രയടി കെട്ടിടവും 90,000 തൊഴിലവസരങ്ങളും വാഗ്ദാനം ചെയ്ത ടീകോം ഇൻവെസ്റ്റ്മെന്റ് ഉറപ്പുകളൊന്നും പാലിക്കാതെ പദ്ധതിയെ പാതിവഴിയിലാക്കുകയായിരുന്നു. എന്നാൽ ടീകോമിന്റെ വീഴ്ചകൾ മറച്ചുവെച്ച് ടീകോമിന് നഷ്ടപരിഹാരം നൽകി പാട്ടഭൂമി തിരിച്ചെടുക്കാനുള്ള സർക്കാർ നീക്കങ്ങളും ദുരൂഹമായിരുന്നു. നിക്ഷേപ പദ്ധതികൾ കാര്യക്ഷമമായി നടപ്പിലാക്കുന്നതിലുള്ള സംസ്ഥാന സർക്കാരിന്റെ അലംഭാവത്തിനും കരാറുണ്ടാക്കുമ്പോഴുള്ള ജാഗ്രതക്കുറവിനുമെല്ലാമുള്ള പ്രത്യക്ഷ ഉദാഹരണമാണ് സ്മാർട്ട് സിറ്റി പദ്ധതി. കേരളത്തിന്റെ വ്യവസായ വികസനത്തിന് പുതിയ കുതിപ്പാകുമെന്ന പ്രചാരണത്തോടെ ഇൻവെസ്റ്റ് കേരള ആഗോള നിക്ഷേപക ഉച്ചകോടിക്ക് ഇന്ന് തുടക്കമാകുമ്പോൾ നഷ്ടസ്വപ്നങ്ങളുടെ സ്മാർട്ട് സിറ്റി ഒരു ചോദ്യചിഹ്നമാണ്. ജനം, കൊച്ചി.